നമ്മള് ഒരുപാട് ആളുകള് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്. അതിലൂടെ ഒരുപാട് ആളുകൾ മരണപ്പെടുക. ഇപ്പോ ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ ഫേസ്ബുക്ക് തുറന്നപ്പോ നമ്മളുടെ എല്ലാം നിത്യഹരിത വസന്തം എന്നൊക്കെ പറഞ്ഞിരുന്ന പ്രേം നസീർ സാറിന്റെ മകൻ അല്പനിമിഷം മുന്നേ മരണപ്പെട്ടിട്ടുണ്ട്. വൃക്ക കരൾ സംബന്ധമായ അസുഖം കൊണ്ട് ചികിത്സയിലായിരുന്നു എന്നാ പറഞ്ഞത്. അതും നമ്മൾ കേട്ടു. കുറച്ചു ദിവസം മുന്നേ നമ്മൾക്കെല്ലാം ഇഷ്ടപ്പെട്ട നവാസ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒരുപാട് ആളുകൾ, നമ്മളെല്ലാം അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് ആളുകളെ നമുക്ക് നഷ്ടപ്പെടുത്തിയത് എന്താണ്? ഈ ഒരു അസുഖം കൊണ്ടാണ്. അസുഖം എന്ന് നമ്മൾ പറയുമെങ്കിലും നമുക്കതിനെ തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. കാരണം നമ്മളെ ബോഡി സംസാരിക്കുന്ന ഭാഷ മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മൾ ഒരുപാട് ഭാഷ പഠിക്കുന്ന ആളുകളല്ലേ. ഞാൻ പറയും, എനിക്ക് മലയാളം അറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, തമിഴ് അറിയാം, അതുപോലെ ഞാൻ അറബി പഠിച്ചിട്ടുണ്ട്, അതറിയാം. പക്ഷേ നമ്മളുടെ ശരീരം സംസാരിക്കുന്ന ഭാഷ ഒരിക്കലും നമ്മൾ പഠിക്കാറില്ല, പഠിക്കാൻ ശ്രമിക്കാറില്ല. എന്ത് സിംറ്റംസ് നമുക്ക് കാണിക്കുന്നുണ്ടോ അതെല്ലാം നാളെ വലിയൊരു വിപത്തിലേക്ക് എത്താൻ വേണ്ടി ഉള്ളതാണ്. അതിന് സംഭവിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മളുടെ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ അശ്രദ്ധ. ആ ഒരു വാക്ക് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോ ഞാന് ഇതൊക്കെ പറയുന്നതിന്റെ മുന്നേ ഞാൻ ആരായിരുന്നു അത് ആദ്യം അറിയണല്ലോ. ഞാൻ നിങ്ങളെ ഈ സ്ക്രീനിൽ പുതിയതായി വന്ന ആളുകളെ പോലെ, അല്ലെങ്കിൽ 1 മാസമായ ആളുകളെ പോലെ, അല്ലെങ്കിൽ 2 വർഷം 1 വർഷമൊക്കെ ആയ ആളുകളെ പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അറിയേണ്ട കാര്യങ്ങൾ എന്താണ് ലൈഫിൽ എന്ന് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ മാത്രം അറിയാൻ ശ്രമിക്കുന്ന ഒരാള്. അതിൽ കൂടുതലൊന്നും അറിയാനില്ല. അതായത് പഠിക്കുന്ന കാലത്ത് കുറെ പഠിച്ചു, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടി, അല്ലെങ്കിൽ ഒരു ജോലിയായി ആ ജോലി സംബന്ധമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറിയേണ്ടതുള്ളൂ. അത് കഴിഞ്ഞ് ഒരു കുടുംബമാകുമ്പോൾ കുടുംബ സംബന്ധമായ കാര്യങ്ങൾ മാത്രമേ അറിയേണ്ടതുള്ളൂ. വേറൊന്നും നമ്മൾ അറിയേണ്ടതല്ല, നമ്മളെ ബാധിക്കുന്നതല്ല എന്ന ഒരു വിഷയത്തോടു കൂടി, ചിന്തയോടു കൂടി നടക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയായി എന്റെ രൂപം. ഒരു 105 കിലോ വെയിറ്റിലേക്ക് എത്തി. 105 കിലോ വെയിറ്റ് എത്തിയപ്പോ, വെയിറ്റ് ഒരു അഹങ്കാരത്തിലാണ് ഞാൻ കൊണ്ടുനടന്നിരുന്നത്. ഒരു അലങ്കാരത്തിന്റെ ഭാഗമായിട്ട് വെയിറ്റ് ഉള്ളവർക്കാണ് ഒരു ഗമ ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ ചിന്തിച്ച് നടന്നിരുന്ന സമയത്ത് ഒരു 30 വയസ്സായപ്പോ കാലിന്റെ ലിഗ്മെന്റിന് പെയിന് തുടങ്ങി. കാരണം ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ആളായിരുന്നു. ഒരുപാട് കായിക മേഖലയിലൊക്കെ ഞാൻ, ആ നാട്ടിൽ എന്ത് മത്സരങ്ങളുണ്ടോ അതിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് പെയിന് വന്ന് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടേഴ്സ് പറഞ്ഞു അത് ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകൾക്ക് കൂടുതലുണ്ടാവും. അപ്പോ ഞാനൊരു തമാശ രൂപേണ ആളോട് ചോദിച്ചത്, ഡോക്ടറോട് ചോദിച്ചത് എന്താ വെച്ചാല്, വലത്തെ കാല് പോയ സ്ഥലത്തേക്ക് തന്നെ ഇടത്തെ കാലും പോയിട്ടുണ്ടല്ലോ, പക്ഷെ എന്തുകൊണ്ടാ വലത്തെ കാലിന് മാത്രം ഈ ഒരു ലിഗ്മെന്റിന് പ്രോബ്ലം എന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു അത് കിക്കർ ഉപയോഗിക്കുന്ന വാഹനം ഉപയോഗിച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ഏകദേശം ഒരു 5 വർഷത്തോളം എന്റെ കയ്യിലുണ്ടായിരുന്നത് കിക്കറുള്ള വാഹനമായിരുന്നു. അപ്പൊ കിക്കർ അടിച്ചത് കൊണ്ടാണ് അത് വരുന്നത്, അതുകൊണ്ടാണ് അതിന് കൂടുതൽ തേയ്മാനം വന്നിട്ടുള്ളത്. അങ്ങനെ അത് എന്റെ ഉള്ളിലേക്ക് തന്നപ്പോ ഞാൻ അതിൽ വിശ്വസിച്ചു. ഒരു 4 മാസത്തോളം പെയിൻ കില്ലർ കഴിച്ച് മുന്നോട്ട് പോയി. പക്ഷെ ഈ 4 മാസം എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാല്, വേദന, അതായത് ഗുളിക കഴിക്കുന്നു, അത് മാറുന്നു, പിന്നെ ഗുളിക നിർത്തിയാൽ വീണ്ടും വരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥ മാറാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ, ഒരു ദിവസത്തിൽ ഒരു 30-35 പ്രാവശ്യം കാല് ഇളകും, വേദന തുടങ്ങും. ഉറങ്ങുമ്പോ പോലും നമ്മളൊരു കാല് കയറ്റി വെച്ചോടുന്ന് തിരിച്ചു വെച്ചാൽ ഇതേ അവസ്ഥ. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ ഡോക്ടറോട് സമീപിച്ചപ്പോ ഇനി ഓപ്പറേഷൻ മാത്രമേ ഇതിന് വഴിയുള്ളൂ എന്ന് പറഞ്ഞു. പ്രശസ്തരായ തൃശ്ശൂരിലെ പെരിന്തൽമണ്ണയിലും പട്ടാമ്പിയിലെ ഡോക്ടർമാരും മുഴുവൻ സജസ്റ്റ് ചെയ്തത് ഓപ്പറേഷനാണ്. അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്ത സമയത്താണ് എന്നെ കോച്ച് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കണക്ട് ആക്കുന്നത്. ഒരു ഇൻവിറ്റേഷനിലൂടെ എത്തി. എനിക്ക് സമയമില്ലാത്ത ആളായിരുന്നു. ഞാനൊരു കച്ചവടം നടത്തുന്ന ആളായതുകൊണ്ട് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞപ്പോ രാത്രി 10:30 മണിക്കാണ് എന്നെ വിളിച്ചിട്ട് എനിക്ക് ഇൻഫർമേഷൻ തരുന്നത്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോ ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തത് ഒരു 12 ദിവസം കൂടി ഉണ്ടായിരുന്നു. ഒരു 10 ദിവസം ഈ പ്രോഗ്രാം ചെയ്ത് നോക്ക്, എന്നിട്ട് വല്ല മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേഷൻ ചെയ്യാം. മാറ്റമില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം, ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. ആ ഒരു 10 ദിവസം കൊണ്ട് വലിയൊരു മാറ്റം, പെയിന് കുറവ് എല്ലാം വന്നപ്പോ ഞാന് ഡോക്ടേഴ്സിനോട് പറഞ്ഞു ഇപ്പൊ ഏതായാലും ഓപ്പറേഷൻ ചെയ്യുന്നില്ല. 2.5 ലക്ഷം രൂപ ചാർജും പറഞ്ഞിരുന്നു, ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറി.
ഏകദേശം ഒരു മാസം വീണ്ടും ഫോളോ ചെയ്തു. ആ ഒരു മാസം കൊണ്ട് 11.5 കിലോ വെയിറ്റ് ലോസ് ചെയ്തു. പിന്നെ ഒരു 2 മാസം കൊണ്ട്, ടോട്ടൽ 3 മാസം കൊണ്ട് 26 കിലോ വെയിറ്റ് ലോസ് ചെയ്തു. ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന പ്രോസസ്സിൽ അന്ന് വെയിറ്റ് മാത്രമാണ് പ്രോബ്ലം എന്ന് കരുതിയിട്ടാണ് ഞാൻ പോയിരുന്നത്. എന്നാൽ ആ വെയിറ്റ് ലോസ് ചെയ്യുന്ന പ്രോസസ്സിൽ എന്ത് സംഭവിച്ചു? ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഗ്യാസ്ട്രിക് അസിഡിറ്റി പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു, ഇൻഡൈജഷൻ, കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം, അതുപോലെ തന്നെ അലർജി, തുമ്മല്, സ്കിൻ പ്രോബ്ലം, അങ്ങനെ ഒരുപാട് പ്രോബ്ലങ്ങൾ. എപ്പോ നോക്കിയാലും ടയർഡ്നെസ്. എവിടെ ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉള്ളൂ വൈഫ് ഹൗസിലേക്ക് വാഹനം ഓടിച്ചു പോകാൻ. ഇതിനിടയിൽ ഒരിടത്ത് നിർത്തിയിട്ട് വേണം എനിക്ക്, ഒന്ന് മയങ്ങിയിട്ട് വേണം വീണ്ടും വാഹനം എടുത്ത് പോകാൻ. ലോങ് ഡ്രൈവ് ചെയ്യാറില്ല ഞാൻ. ലോങ് ഡ്രൈവിൽ പോകാൻ വേണ്ടി തയ്യാറായാൽ വീട്ടുകാർ സമ്മതിക്കാറില്ല. ഇനി വീട്ടുകാരും ഞാനും കൂടെ പോണെങ്കിൽ വീട്ടിൽ നിന്ന് ഉപ്പ ഏർപ്പാടാക്കും കുട്ടികളെ. ഉപ്പാടെ ചെവിക്കിടക്ക് പിച്ചിക്കോളോട് കേട്ടോ, അല്ലെങ്കിൽ ഒരു നുള്ളു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ ഉറങ്ങിപ്പോകുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ആളെന്ത് ചെയ്തു? റെഡിയാക്കി നിർത്തും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു വെയിറ്റ് ലോസ് പ്രോസസ്സില് അല്ലെങ്കിൽ ഈ ന്യൂട്രീഷൻ ഫുഡ് എങ്ങനെയായാലും നമ്മളെ ഭക്ഷണ രീതികൾ ചേഞ്ച് ആക്കിയപ്പോ എനിക്ക് കിട്ടിയ റിസൾട്ടുകളാണ് ഇനി പറഞ്ഞത്. ഇനി നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം വേണം. നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ അറിയാത്തത്. ആ 3 കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അറ്റാക്ക്, സ്ട്രോക്ക് വരെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡയബറ്റിക്, അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ പറയുന്ന കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലുള്ള പെയിനുകൾ, എല്ലാം കൊണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ ഒരു 3 കാര്യത്തിനുള്ളിലാണ്. ആ 3 കാര്യം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, നമുക്കൊരു സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ആ 3 കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മളെ 3 പാരാമീറ്റേഴ്സ് ആണ്. 3 പാരാമീറ്റേഴ്സിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എന്റെ കോച്ചിന്റെ മുന്നിൽ എത്തുമ്പോഴാണ്. ആളെന്നോട് ചോദിച്ചു, ഹൈറ്റ് അറിയോ ചോദിച്ചു. ഇല്ല. എന്തിനാ ഹൈറ്റ് അറിയേണ്ട ആവശ്യം? വെയിറ്റ് അറിയോ ചോദിച്ചു. അപ്പൊ അറിയാറുണ്ട്. അപ്പൊ പറഞ്ഞു, ഹൈറ്റിനനുസരിച്ചാണ് വെയിറ്റ് വേണ്ടത്. ഞാൻ കേൾവി ഉണ്ടായിരുന്നത് എന്താണ്, പ്രായത്തിനനുസരിച്ചാണ് വെയിറ്റ് വേണ്ടത്. എനിക്കൊരു 30 വയസ്സായി, ഒരു 80 കിലോനൊക്കെ ആവാം, അല്ലെങ്കിൽ 40 ആയാൽ 90 ആവാം. അപ്പൊ ആളെന്നോട് ചോദിച്ചു, 60 ആയാൽ 120 ആവണ്ടേ എന്ന് ചോദിച്ചു. അങ്ങനെ ആ ഒരു പാരാമീറ്റേഴ്സിലെ ആദ്യത്തെ അളവ് ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് എന്നും, അത് കഴിഞ്ഞാൽ നമ്മളെ ഫാറ്റ് പെർസെന്റേജ്, ഓരോ ബോഡിയിലും വേണ്ട ഫാറ്റ് പെർസെന്റേജ് ഒരു മെന്നിന് എത്രയാണെന്നും ലേഡിക്ക് എത്രയാണെന്നും കറക്റ്റ് ആയി പറഞ്ഞു. 10നും 20നും ഇടയിൽ മെന്നിന് വേണം, ലേഡിക്ക് 20നും 30നും ഇടയിൽ വേണം. അത് കറക്റ്റായി പറഞ്ഞു. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നെക്സ്റ്റ് BMI കറക്റ്റ് ആക്കാൻ പറഞ്ഞു. 19നും 23നും ഇടയിൽ BMI, ഏകദേശം 36 BMI ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ആ BMI കറക്റ്റ് ആക്കാൻ പറഞ്ഞു. അതിന് അനുസരിച്ചുള്ള ബോഡി ഏജ് എത്തണം. അന്ന് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ 35ാമത്തെ വയസ്സിൽ ഞാൻ ബോഡി ഏജ് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് 66 ബോഡി ഏജ് കാണിച്ചിരുന്നത്. ഒരു 66 വയസ്സുകാരനെ പോലെ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായി പറഞ്ഞു. ഇതിൽ കൂടുതൽ ടച്ച് ആവാതെ പോകണത് എന്താ വെച്ചാൽ, ഇത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ന്യൂട്രീഷൻ സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കോച്ചുമാര് വ്യക്തമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു തരും. അതുകൊണ്ട് കൂടുതലായി വിശദീകരിക്കണില്ല. നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് കൂടുതലായി വിശദീകരിക്കേണ്ട കാര്യം, നമ്മളെ ഫുഡ് ഹാബിറ്റ്. ഫുഡ് ഹാബിറ്റില് നമ്മൾ വരുത്തിയ മാറ്റങ്ങളിൽ ആദ്യം വരുത്തിയ മാറ്റം, നമ്മൾ പല ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലല്ല, നമ്മൾ കഴിക്കാൻ ഇരിക്കുന്ന രീതിയാണ് നമ്മൾ മാറ്റിയത്. നോക്കൂ, ഇതായിരുന്നു നമ്മളെ ഭക്ഷണ രീതി പണ്ട്, അല്ലെ? ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോ ആ ഇലയിൽ നിന്ന് ഭക്ഷണം കയ്യിലേക്ക്, വായിലേക്ക് കിട്ടണമെങ്കിൽ ഒന്ന് വളഞ്ഞാലേ ഇത് കിട്ടുള്ളൂ. ഈ വളഞ്ഞ സമയത്ത് ഭക്ഷണം നമ്മളെ വായിലേക്ക് എത്തണമെങ്കിൽ, വളയണമെങ്കിൽ വയറ് ഫില്ലായാൽ ഒരിക്കലും നമുക്ക് വളയാൻ കഴിയില്ല. അപ്പോ ആ വളവ് നിവർത്തലാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഇരുന്ന്, അല്ലെങ്കിൽ നമ്മൾ ചന്ദനപ്പടിയിട്ടിരിക്കുക, അല്ലെങ്കിൽ പലകം ഇരിക്കുന്ന കാലത്ത് നിന്ന് മാറി ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രോസസ്സില്, അതായത് നമ്മളെ ഭക്ഷണ രീതിയിൽ ചേഞ്ച് വന്നത്. നിങ്ങൾക്ക് വെയിറ്റ് കുറക്കാൻ താല്പര്യമുള്ള ഒരാളാണോ, അല്ലെങ്കിൽ നിങ്ങളെ വയറ് കുറക്കാൻ താല്പര്യമുള്ള ആളാണോ, നിങ്ങൾ ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങൾ ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നത് മാറ്റി നിലത്തിരിക്കുന്ന കഴിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് പരമാവധി ഒരു 40% ഫുഡിനെ നിങ്ങൾക്ക് കുറക്കാൻ കഴിയും. ആദ്യത്തെ ടിപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ആ രീതിയിൽ ഇനി നെക്സ്റ്റ് അടുത്ത വരുന്നത്, നമ്മൾ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്തു, ഇനി നമ്മളിത് പുറത്തേക്ക് കളയണം. പുറത്തേക്ക് കളയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, പണ്ട് ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്തിരുന്നു, അല്ലെ? അപ്പൊ എന്താന്ന് വെച്ചാല്, നമ്മൾ ഇരിക്കുമ്പോ നമ്മളെ കാല് വയറിനോട് ടൈറ്റ് ആകും, അതിൽ നിന്നുള്ള എല്ലാം നമ്മളെ പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ. എന്നാൽ ഇന്നെന്താണ്, യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന് സേഫായി, ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പണിയെടുക്കണം എങ്കിൽ മാത്രമേ അത് പുറത്തു പോകുള്ളൂ. ആ അവസ്ഥയിലേക്ക് മാറി. അപ്പൊ ഇന്ന് യൂറോപ്യൻ ക്ലോസറ്റ് യൂസ്, കുറച്ചു നേരം ഇരിക്കുമ്പോ പെയിന് വരും, കാലിന് പെയിന് ഉണ്ടാവാം, വല്ല ബുദ്ധിമുട്ടും വരാം. പക്ഷേ ഇന്ന് മുതൽ നിങ്ങൾ യൂറോപ്യൻ ക്ലോസറ്റ് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ രണ്ടാമത്തെ ടിപ്പ് നിങ്ങൾക്ക് കിട്ടും. അപ്പോ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുന്നത്,
പല ആളുകളും പെയിൻ ആണെന്ന് പറഞ്ഞിട്ടാണ് ആ ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യാത്തത്. ഒരിക്കലും പെയിൻ ആയതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കരുത്. ആ പെയിന് വരുന്നത് എന്താണെന്നറിയോ? കൂടുതൽ കാലം നമ്മൾ ആ ഓർഗൻ ഉപയോഗിക്കാണ്ടേ, അതായത് ഈ ഒരു മടങ്ങി നേരല് കുറച്ചുപോയി, അപ്പൊ അതിന്റെ ആ ഒരു ഘടന മാറിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ആ ഒരു സ്ട്രക്ചർ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരിയാക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്ത് തുടങ്ങണം. സ്റ്റെക്കാക്കി വെക്കരുത്. നമ്മളൊരു കൈയൊക്കെ ഒടിഞ്ഞ് നമ്മൾ പ്ലാസ്റ്റർ ഇടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ? ആ അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? കുറച്ചു കാലം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നീരാൻ ബുദ്ധിമുട്ടാണ്. അന്ന് നമ്മൾ കുറച്ച് കൈയൊക്കെ നിർത്തിയതാക്കണം എന്ന് ഡോക്ടേഴ്സ് പറയും. ഇപ്പൊ അതിനെ പറയും ഫിസിയോതെറാപ്പി എന്ന്. കുറച്ച് കാശും മേടിച്ച് വെച്ചിട്ട് ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കും. ഒരു 15 ദിവസം ചെയ്യുമ്പോൾ നമുക്കത് ഓക്കെ ആവും. സെയിം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കഴിയില്ലെങ്കിലും ട്രൈ ചെയ്യാം. കുറച്ചു നേരമായിട്ട് നിങ്ങളത് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങളിൽ അടുത്തത് എന്താണ്? നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അടുക്കളത്തോട്ടം അല്ലെ? ആ അടുക്കളത്തോട്ടത്തിൽ നിന്നായിരുന്നു നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ സമാഹരിച്ചിരുന്നത്. നമ്മൾ തലേ ദിവസം പ്ലാൻഡ് അല്ല. ഇന്ന് എല്ലാവരും പ്ലാൻഡ് ആണ്. നാളെ ബീഫ്, നാളെ മട്ടൻ, അല്ലെങ്കിൽ നാളെ ചിക്കൻ, അല്ലെങ്കിൽ നാളെ ഇന്നതെന്ന്. ഇതുപോലെ എന്താണോ കിട്ടിയത് അത് ഒരു പോഷകങ്ങളും നഷ്ടപ്പെടാണ്ട് പൊട്ടിച്ച അതായത് ജീവനുള്ള വസ്തു എന്ന് പറയാം, പൊട്ടിച്ച ഉടനെ അന്ന് തന്നെ എടുത്ത് കറിയാക്കിയിട്ട് നമ്മൾ എന്തായിരുന്നു യൂസ് ചെയ്തിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തായി? എന്ന് പച്ചക്കറി കടയിൽ വന്നതാണ്, എന്ന് നമ്മളെ കയ്യിൽ കിട്ടിയതാണെന്ന് പോലും അറിയാതെ ആഴ്ചകളോളം അതിന്റെ എല്ലാ പോഷകങ്ങളും നഷ്ടപ്പെടുത്തിയതിനു ശേഷം യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി. ആ ഒരു അവസ്ഥ വന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ്? നമുക്കൊരു ഫ്രിഡ്ജ് പറഞ്ഞൊരു സാധനം കയ്യിൽ കിട്ടി അല്ലെ? ഫ്രിഡ്ജ് എന്തിനുള്ളതായിരുന്നു? മെഡിസിൻ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയതാണ്. എന്നാൽ ഇന്ന് നമ്മളെ വീട്ടിലെ ഫ്രിഡ്ജ് തുറന്നാൽ തിങ്കളാഴ്ചത്തെ സാമ്പാറിന്റെ, ചൊവ്വാഴ്ചത്തെ മീൻകറിയുടെ, ബുധനാഴ്ചത്തെ ഇറച്ചിക്കറിയുടെ, വ്യാഴാഴ്ചത്തെ ഒരാഴ്ചത്തെ മണായിട്ട് ഉള്ളിൽ നിന്ന് കിട്ടും നമുക്ക്. ഇത് കളയൂല, ഉപയോഗിക്കൂല. എന്നിട്ട് എന്നാണോ നമുക്ക് എന്താ കറി വെക്കാൻ കിട്ടാതെ ഇരുന്ന് അന്നെടുത്തത് ചൂടാക്കി കഴിക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഹെൽത്തി ആവാം. അപ്പോ ഭക്ഷണ രീതിയിൽ ഇത്ര മാത്രമാണോ മാറ്റം വന്നത്? ഇല്ല. നമ്മളുടെ ബോഡിയിലെ 3 അവയവങ്ങൾക്ക് മാത്രം ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയായി മാറി. ഏതാണ്? ഒന്ന് കണ്ണ്. നമുക്ക് കണ്ടാൽ നല്ല ഭംഗി ഉണ്ടാവണം ഭക്ഷണം. അതിന് വേണ്ട കളറുകളൊക്കെ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ കളറുകൾ എന്താണോ വേണ്ടത് അതിന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത് നമ്മളെ മൂക്ക്, നല്ല മണം വേണം. അപ്പൊ അതിന് മണത്തിനനുസരിച്ചുള്ള എന്തെല്ലാം വേണോ അതെല്ലാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത് നമ്മളെ നാവ്, ടേസ്റ്റ് ഉണ്ടായിരിക്കണം. ഈ 3 അവയവത്തിന് മാത്രം ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് മാറി. എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഈ 3 അവയവത്തിനാണോ? ഒരിക്കലും അല്ല. നമ്മളെ ഈ ബോഡിയിൽ ഒരുപാട് ഓർഗൻസുകൾ അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. കണ്ണില്ലെങ്കിലും ജീവിക്കാം, മൂക്കില്ലെങ്കിലും ജീവിക്കാം, നാവില്ലെങ്കിലും ജീവിക്കാം. പക്ഷെ ഉള്ളിലുള്ള ഒരു അവയവം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിക്കാൻ പറ്റില്ല. ആ അവയവത്തെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ വേണ്ടത്. ഇന്ന് ആ അവയവങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് പല ആളുകളും ഇന്ന് നമ്മളെ ഇടയിൽ നിന്ന് വിട്ടുപോയത്. നമ്മൾ ഇഷ്ടപ്പെടുന്നതും വെറുക്കപ്പെടുന്നതും ആയ ആളുകൾ, ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് വിട്ടുപോയത് ആ അവയവങ്ങളെ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ചോദിക്കാറുണ്ട്, നമ്മളെ കയ്യിൽ ഒരു വാഹനം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കെയർ ചെയ്യും? അതിലെ എഞ്ചിനിലേക്ക് നമ്മൾ എഞ്ചിൻ ഓയിൽ അല്ലാണ്ട് വേറെ വെളിച്ചെണ്ണ കൊണ്ടുപോയി ഒഴിക്കാറുണ്ടോ? ബ്രേക്കിനുള്ള ഓയിൽ അല്ലാണ്ട് വേറെ ഓയിൽ ഒഴിക്കാറുണ്ടോ? ഒന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് റേഡിയേറ്ററിൽ ആരെങ്കിലും സാമ്പാർ കൊണ്ടൊഴിക്കാറുണ്ടോ? ഇല്ലല്ലോ. റേഡിയേറ്ററിൽ നോർമൽ വെള്ളം, അതൊരു കരട് പോലും ഇല്ലാത്ത വെള്ളം കൊണ്ടുപോയി ഒഴിക്കും നമ്മളില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ കയ്യിലുള്ള അതും ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ വേണ്ട 2-3 ലക്ഷം രൂപ വരുന്ന വാഹനങ്ങൾ വരെ നമ്മളത് ചെയ്യുന്നു അല്ലേ? എന്നാല് ഇതിന് എത്ര രൂപ വില ഉണ്ട്? ഇന്ന് വെറുതെ ഒന്ന് പബ്ലിസിറ്റി ചെയ്ത് നോക്കും. നിങ്ങളെ കണ്ണ് ദാനം ചെയ്യാനുണ്ട്, വെറും 15 ലക്ഷമായിട്ട് ഒരാള്. കിഡ്നി കൊടുക്കാണ്ട് എന്നുള്ളത് വെറും 25 ലക്ഷമായിട്ട്. ലിവറിന്റെ ഒരു പീസ് കൊടുക്കാൻ പറഞ്ഞു നോക്കിയൊക്കെ 40 ലക്ഷമായിട്ട് വരും. എന്തെല്ലാം അവയവങ്ങള്, എത്ര രൂപ വില പതിക്കുന്നത്. ഇതിന് കൊടുക്കുന്ന ഇന്ധനം ഒരിക്കലും നമ്മൾ കറക്റ്റ് ആവാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതുപോലുള്ള അവയർനെസ്സുകൾ കേൾക്കാൻ സമയമില്ലാത്തത് കൊണ്ട്. എനിക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 34-35 വയസ്സ് വരെ ഞാനും ഇതിന് തയ്യാറായി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു സാധനമാണെന്ന് വിചാരിച്ചിരുന്നത്. ഒരിക്കലും ഇത് ഇങ്ങനെ പോകുന്നതല്ല. നമ്മൾ കെയർ ചെയ്താൽ നമുക്ക് ഒരുപാട് കാലം ഇതിനെ നല്ല ഭംഗിയോട് കൂടിയിട്ട്, നമ്മള് സൗന്ദര്യത്തിന്റെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടിയെ പറയാറുണ്ട്. നമുക്ക് എന്താ സൗന്ദര്യത്തിന്റെ രാജകുമാരനായിക്കൂടെ? എന്താണ് സൗന്ദര്യത്തിന്റെ രഹസ്യം? ഒന്ന് മാത്രം, അയാളുടെ ഭക്ഷണ രീതി, അയാളുടെ ലൈഫ് സ്റ്റൈൽ. നെക്സ്റ്റ് പറയാൻ പോകുന്ന വിഷയം ലൈഫ് സ്റ്റൈൽ. അപ്പൊ നമ്മളെ ഭക്ഷണ രീതിയിൽ നമ്മൾക്ക് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി. എന്നാൽ ഇത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പല സന്ദർഭങ്ങളിലും നമ്മൾ പെട്ടുപോകാം.
പൊതുവെ പറയുകയാണെങ്കിൽ ജോലി തിരക്ക്, അല്ലെങ്കിൽ പൊതുപ്രവർത്തനം, അല്ലെങ്കിൽ നമ്മളെ ജോലി, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ പറയാം അവരുടെ ജോലിയെ കുറ്റം പറയാം. ഒരിക്കലും ഞാൻ പറയില്ല ഇപ്പൊ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം നമ്മളെ ജോലി ഒരു തടസ്സമാണെന്ന്. ഞാനൊരു സ്റ്റോറി കുറച്ച് ദിവസം മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ സ്റ്റോറി ഇട്ടിരുന്നു. ഒരുപാട് ആളുകൾ അതിന് സപ്പോർട്ട് ചെയ്ത് വന്നു. ഒരുപാട് ആളുകൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു, ശരിയാണെന്ന് പറഞ്ഞു. കാരണം എന്താ, സ്റ്റോറി ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ. കുറച്ചു കാലം മുന്നേ മരണപ്പെട്ടു പോയി, 102 വയസ്സ് അല്ലേ. അപ്പുറത്ത് കുറച്ചു മുന്നേ മരണപ്പെട്ടു പോയ വേറൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, 79ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു, ഉമ്മൻചാണ്ടി. രണ്ടാളും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു, ജനസേവകരായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളായിരുന്നു അല്ലേ. നമ്മളെ അല്ലാണ്ട് പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, സ്വന്തം ശരീരത്തിന് പ്രാധാന്യം കൊടുത്ത് രാവിലെ വർക്കൗട്ട് പറഞ്ഞാൽ കൈ വീശി നടക്കുന്ന വീഡിയോസ് നമ്മൾ പല സമയത്ത് കണ്ടിട്ട്. എത്ര പ്രായമുള്ളപ്പോ 82ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായി 87ാമത്തെ വയസ്സ് വരെ കൈ വീശി നടക്കുന്ന ചിത്രം നമ്മളെ മുഖത്ത് നമ്മളെ കണ്ണിൽ അല്ലെങ്കിൽ നമ്മളെ ഉള്ളിൽ വരുന്നുണ്ട് അല്ലേ. അന്നും അയാൾ എന്ത് ചെയ്തിരുന്നു, രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും ആ ഒരു വ്യായാമത്തിന് ചെലവഴിച്ചിരുന്നു. നെക്സ്റ്റ് അയാളുടെ ഫുഡ് ഹാബിറ്റുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. സമയാസമയത്ത് കറക്റ്റ് ഭക്ഷണം അല്ലേ. 102ാമത്തെ ഒന്ന് വെറുതെ ഒന്ന് നോക്കൂ, 79ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടി. അയാൾ ഊണുണ്ടായിരുന്നില്ല, ഉറക്കണ്ടായിരുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് യാത്ര. നമ്മൾ അതിനൊക്കെ പുകഴ്ത്തി, ഒരുപാട് ആളുകൾ പുകഴ്ത്തി. പക്ഷെ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറയുന്നു, അങ്ങനെ ചെയ്ത അയാളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല എന്നാണ് ഞാൻ പറയും. ആളെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ 2026 ഒരു ഭരണത്തിന് അവസരം കിട്ടിയാൽ സെക്കൻഡ് ചോയ്സ് ഒരിക്കലും ഇല്ല, ഉമ്മൻചാണ്ടി തന്നെ ആവുമായിരുന്നു മുഖ്യമന്ത്രി. 82ാമത്തെ വയസ്സിൽ VS മുഖ്യമന്ത്രി ആയ പോലെ 81ാമത്തെ വയസ്സിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവുമായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു, തിരശ്ശീലക്ക് പിറകിലോട്ട് പോയി. അപ്പോ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടത്, നമ്മളെ ജോലി ഒരിക്കലും ഒരു തടസ്സമല്ല. ഒരിക്കലും നമ്മളെ കാര്യങ്ങൾ തടസ്സപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ഇനി ഗൾഫിലുള്ള ആളുകളാണെങ്കിൽ ജോലിക്ക് നമ്മളെ കാര്യം, ചില കാര്യങ്ങളോട് നോ പറയാൻ നമ്മൾ തയ്യാറായാൽ മാത്രം മതി. പ്രത്യേകിച്ച് ചില ഭക്ഷണങ്ങളോട് എന്നും പറയണ്ട, നമുക്കൊരു ഷെഡ്യൂൾ വെക്കാം, അതിനനുസരിച്ച് നോ എന്ന് പറയാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെന്ന ഈ ഒരു ചുമരിൽ നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താവും, നമ്മളെന്ന ഈ ചുമര് ഇല്ലാണ്ടായി മാറും. അപ്പോ ആ ഒരു നമ്മൾ പറയും അനുഭവം ഗുരു എന്ന്. ഞാൻ ഒരിക്കലും ആരോടും ഞാൻ അനുഭവം ഗുരു എന്ന് പറയാറില്ല. മറ്റുള്ളവരുടെ അനുഭവം നമ്മൾ ഗുരുവാക്കി എടുത്താൽ നമുക്ക് എന്താവാം, ചേഞ്ച് ആവാം. നമ്മളില്ലാണ്ടായിട്ട് നമ്മൾ അനുഭവം ഗുരു എന്ന് പറയാണ്ടാവും? ഒരിക്കലും ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ അനുഭവം ഗുരുവാക്കി എടുക്കും. അപ്പൊ ഭക്ഷണ രീതിയിൽ ഉണ്ടായ മാറ്റം, ആ ഭക്ഷണ രീതിയിൽ ഞാൻ വരുത്തിയ മാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഞാൻ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്കെല്ലാം ഭക്ഷണം കഴിക്കണം അല്ലെ. കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് എന്തെല്ലാം വേണം, എന്തെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതലുള്ള എന്താണ്, ഫാറ്റ്, ഓയില്, ഹൈ കാർബോഹൈഡ്രേറ്റ്. 2 നേരം 3 നേരം ചോറ് കഴിക്കുന്ന ആളുകളൊക്കെ ഞാൻ കാണാറുണ്ട്. ചോറല്ല, പകരം പല സാധനങ്ങളും ഉപയോഗിക്കുന്നതൊക്കെ കാർബോഹൈഡ്രേറ്റ്. അതിൽ തന്നെ ഷുഗർ ഉണ്ട്, എക്സ്ട്രാ ടീ, കോഫി, ബേക്കറി ഐറ്റംസുകൾ എല്ലാത്തിലൂടെയും ഷുഗർ. സാൾട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് വീട്ടിൽ എന്തെങ്കിലും കറി ഉണ്ടാക്കി ടേസ്റ്റ് കുറവാണ് അപ്പം ലേശം ഉപ്പിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇതിലിരിക്കുന്ന സ്ത്രീകൾ മുഴുവൻ അല്ലെ. ഉപ്പ്, അതുപോലെ തന്നെ കെമിക്കലുകൾ ഇല്ലാണ്ട് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ കൃഷി രീതി മാറി, വളർത്താലേ വിത്ത് മുളക്കൂ എന്നുള്ള അവസ്ഥയിലാക്കി. അതുപോലെ തന്നെ നമ്മളെ സ്റ്റോറിങ് മെത്തേഡ് മാറി. പല സാധനങ്ങളും സ്റ്റോർ ചെയ്യാൻ എത്ര കൂടുതൽ കാലം, ഞാൻ ഉദാഹരണം പറയാണ്ട്, റേഷനറി കൊണ്ടുവന്ന് വെച്ചാൽ 1 മാസം കൊണ്ട് അതില് വേണ്ടാത്തത് വരും. എന്നാൽ ജയ അരി 1 കൊല്ലം കഴിഞ്ഞാൽ ഒന്നും വരില്ല. വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ 3 മാസം കൊണ്ട് ഡാമേജ്. 1 കൊല്ലം ഡേറ്റുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടുന്നു. അപ്പൊ അങ്ങനെ കെമിക്കലുകൾ ആഡ് ചെയ്തിട്ട്, കളറുകൾ ആഡ് ചെയ്തിട്ട്, നമ്മളെ നേരത്തെ പറഞ്ഞ അവയവങ്ങൾക്ക് മാത്രം സന്തോഷിപ്പിക്കാൻ കളറുകൾ ആഡ് ചെയ്ത് നമുക്ക് ഫുഡ് കിട്ടുന്നു. ഇതെല്ലാം നമ്മൾ കഴിക്കുന്നു. എന്നാൽ ഞാൻ വരുത്തിയ മാറ്റം എന്താണ്, നെക്സ്റ്റ് എന്റെ ബോഡിക്ക് എന്താണോ വേണ്ടത് അത് കറക്റ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചു. അതിൽ ഏറ്റവും മെയിൻ നമ്മൾ പ്രോട്ടീൻ എത്ര മുഖ്യമാണെന്നുള്ളത് നിങ്ങളെ കോച്ചുമാര് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. എത്ര കിലോ വെയിറ്റ് ഉണ്ടോ അത്രയും ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. വിറ്റമിൻ മിനറൽസുകൾ എന്ത് കുറഞ്ഞാലും അസുഖം. ലേഡീസിന്റെ സ്ഥിരം പരാതിയാണ് മുടി കൊഴിയുന്നത്. സിങ്ക് കണ്ടന്റ് കുറയുമ്പോൾ മുടി കൊഴിയുന്നതാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സിങ്ക് ഇല്ലാത്തത്. പല്ലിന് എല്ലിന് എല്ലാവർക്കും കംപ്ലൈന്റ്. പ്രത്യേകിച്ച് ലേഡീസിന് കുറച്ച് ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ എല്ലുകൾക്ക് വില കുറയും. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പല്ലുകൾക്ക് അയഡിൻ കുറയുമ്പോൾ, അതുപോലെ ഫൈബർ കുറയുമ്പോൾ, ലേഡീസിലോ അല്ലെങ്കിൽ മെന്നിലോ ആരിലാണെങ്കിലും ഫൈബർ കുറയുമ്പോൾ ഗട്ട് ഹെൽത്തിനെ നമുക്ക് ബാധിക്കും. നമ്മളെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഡെയിലി ബേസിൽ എത്ര വെള്ളം കുടിക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു.
വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആക്കിയപ്പോൾ എന്റെ കയ്യിൽ സ്ഥിരമായി വെള്ള ബോട്ടില് ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് എന്റെ കോച്ച് എന്നെ മാറ്റി. അപ്പോ ഇങ്ങനെ എല്ലാ മാറ്റങ്ങളും കൊണ്ടുവന്നപ്പോ ആ ഡെഫിഷ്യൻസികളെ കവർ ചെയ്ത് എക്സസുകളെ കുറച്ചപ്പോ എനിക്ക് എന്തായി, എന്റെ ബോഡിയിൽ നേരത്തെ കാണിച്ചതുപോലുള്ള വലിയൊരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യപൂർവ്വം ആളുകളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങളെ ഭക്ഷണ രീതി ശരിയാക്കിയാൽ നിങ്ങൾക്ക് എന്തിൽ നിന്ന് രക്ഷപ്പെടാം? ഈ കാണുന്ന സാധനത്തിൽ നിന്ന്. ഇന്ന് ഇതില്ലാണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത എത്ര ആളുകളുണ്ടെന്ന് അറിയും. എന്റെ ഉപ്പ 13 ഗുളിക കഴിച്ചിരുന്നു. ആ അവസ്ഥയിലേക്ക് ആയി മാറിയത് എന്തുകൊണ്ടാണ്? അത് അവിടെ ഞാൻ പറയും അനുഭവം ഗുരു. ഉപ്പാടെ അനുഭവമാണ് ഞാൻ പഠിച്ചത്. ഉപ്പ ഇത്രയും മെഡിസിൻ കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് എനിക്കുണ്ടാവാൻ പാടില്ല. കാരണം ഉപ്പാനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപ്പാനായിട്ട് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നമ്മളെ പല കാര്യങ്ങളും മാറ്റി വെക്കണമെന്നുണ്ട്. ആരോഗ്യം 2 കാര്യത്തിന് നമുക്ക് വേണ്ടത്. ഒന്ന് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ, അത് നമുക്ക് ആരോഗ്യം വേണം. രണ്ടാമത്തെ കാര്യം നമുക്ക് വേണ്ടത് നമ്മളുടെ മക്കൾക്ക് നമ്മൾ ബാധ്യതാവാതിരിക്കാൻ, നമ്മളെ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ നമ്മളെ ഭാര്യമാർക്ക് നമ്മൾ ബാധ്യതാവാതിരിക്കും. ആലോചിച്ച് നോക്കൂ, 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ ഒന്ന് കിടപ്പിലായ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര നമ്മൾ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ അതിനോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം വേറെ ഉണ്ടോ? അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് മാറ്റം വരുത്താൻ പറ്റും. അപ്പോ ഞാൻ ഭക്ഷണങ്ങൾ സെലക്റ്റീവായി കഴിക്കണം അല്ലെ? സെലക്റ്റീവായി കഴിച്ചാലും എന്റെ ബോഡിക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുമോ? ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ഐഡിയൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എനിക്ക് ആദ്യം സജസ്റ്റ് ചെയ്തത്. ഇതായിരുന്നു ഐഡിയൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തത്. അതില് നമ്മൾ പറയാം അല്ലെ, വേൾഡിലെ തന്നെ നമ്പർ 1 ന്യൂട്രീഷൻ കമ്പനി ഏതാന്ന് നമ്മൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഹെർബാലൈഫ് ന്യൂട്രീഷൻ. ആ ഹെർബാലൈഫ് ന്യൂട്രീഷന്റെ മീൽ റീപ്ലേസ്മെന്റ് ഐഡിയൽ ബ്രേക്ക്ഫാസ്റ്റ്, അത് വേണ്ട പ്രോട്ടീൻ കറക്റ്റ് ആക്കാൻ നമുക്ക് വേണ്ട ഷേക്ക് മേറ്റ്, ഈ ഒരു 3 പ്രോഡക്റ്റ് ആണ് ഞാൻ ഒരു ഐഡിയൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ആദ്യം എടുത്തത്. ഒരു 10 ദിവസം ഐഡിയൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തു. ആ ഐഡിയൽ ബ്രേക്ക്ഫാസ്റ്റോട് കൂടെ കഴിക്കുമ്പോൾ എനിക്ക് ഒരുപാട് എനർജി, ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോ ഞാൻ എന്തായി, ഞാൻ കോച്ചിനോട് ചോദിച്ചു, സാറേ എനിക്ക് ഇപ്പോ എനർജി വരുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, രാത്രി നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, പകല് ക്ഷീണമല്ല, ടയർഡ്നെസ് ഇല്ല, ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ട്. എനിക്ക് ഇതിനോട് കൂടെ എന്ത് വേണം? വെയിറ്റ് ലോസും കൂടി വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അപ്പോ എന്റെ കോച്ച് പറഞ്ഞു, വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഇതിനോട് കൂടെ കുറച്ച് സപ്ലിമെന്റ്, അതായത് നമ്മൾ വെയിറ്റ് മാനേജ്മെന്റ്, വെയിറ്റ് കുറക്കണം നമുക്ക് അല്ലെ, നമ്മുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രീഷൻസ് കറക്റ്റ് ആയി കൊടുത്തു, വെയിറ്റ് കുറക്കണം, അതിനോട് കൂടെ ഫാറ്റ് കുറയണം. അപ്പൊ നമുക്ക് 3 പ്രോഡക്റ്റുകൾ കൂടി അതിനോട് കൂടെ എനിക്ക് സജസ്റ്റ് ചെയ്തു തന്നു. മൾട്ടി വിറ്റമിൻ, അതുപോലെ തന്നെ സെല്ലുലോസ്, സെൽ ആക്ടിവേറ്റർ. ഈ 3 പ്രോഡക്റ്റ് ഒരുപാട് ആളുകൾ ബേസിക് ഫുഡിലേക്ക് മാത്രം വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് കുറയുന്നുണ്ടാവും, വീടില്ലേ ഞാൻ ചോദിക്കുക, നമുക്ക് ഡൽഹിയിൽ പോണപ്പോ ബസ്സിൽ അതാണ് എടുക്കാൻ. എന്തുകൊണ്ടാണ്? എത്രയും പെട്ടെന്ന്. എങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവണം, നിങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ നിങ്ങൾ ഈ 3 പ്രോഡക്റ്റുകൾ നിങ്ങളെ കോച്ചിനോട് ചോദിക്കണം. കോച്ച് പറഞ്ഞു തരാത്തതിനുള്ള കാരണം എന്താണെന്ന് അറിയോ? ഒരിക്കലും ഒരു വെൽനസ് കോച്ച് പ്രോഡക്റ്റ് വിൽക്കാനിരിക്കുന്ന ആളുകളല്ല. പ്രോഡക്റ്റ് വിൽക്കാനിരിക്കുന്ന ആളുകളല്ല വെൽനസ് കോച്ച്. നിങ്ങൾക്ക് അവയർനെസ് തരാതിരിക്കുന്ന ആളുകളാണ്. അവയർനെസ് മാത്രമേ അവരിൽ നിന്ന് കിട്ടുള്ളൂ. അവർ പറഞ്ഞു തരും, ഇന്ന പ്രോഡക്റ്റുകൾ ഇതിലുണ്ട്, ഇന്ന പോലെ ഉണ്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്യണം. എനിക്ക് സീരിയസ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യണം, എനിക്ക് ഇത്ര കിലോ വെയിറ്റ് ലോസ് ചെയ്യാനുള്ളത് ഞാനൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, അത് ആദ്യം ചെയ്യണം. ഒരു 26 കിലോ വെയിറ്റ് ലോസ് ചെയ്യാനുള്ളത് ഞാൻ ടാർഗറ്റ് വെച്ച് 90 ദിവസം 3 മാസം ആ ടാർഗറ്റോട് കൂടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വേണം? എനിക്ക് വേണ്ട അഡീഷണൽ സപ്ലിമെന്റുകൾ ഞാൻ ചോദിച്ചു വാങ്ങി അതെടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് 3 മാസം കൊണ്ട് 90 ദിവസം കൊണ്ട് 26 കിലോ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റിയത്. ഇനി ഇത് കഴിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് വെയിറ്റ് ലോസ് മാത്രം മതിയോ? പോരാ. നമുക്ക് നമ്മളുടെ വയറ് നന്നായാൽ ഉയിര് നന്നായി എന്നാ പറയാറില്ലേ? വയറ് നന്നാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഗട്ടിന് വേണ്ട ഫുഡ് കൊടുക്കണം. പ്രത്യേകിച്ച് ഞാൻ പറയും, നേരത്തെ പറഞ്ഞല്ലോ, ഫൈബർ ആവശ്യമാണ് ബോഡിക്ക്. ഫൈബർ ആവശ്യമാണ്. പക്ഷെ എന്തില്ല, ഫൈബർ നമ്മളെ ഭക്ഷണത്തിലൂടെ നമുക്ക് 2 തരം ഫൈബർ ഉണ്ട്. സോളിബിളും ഉണ്ട്, ഇൻസോളിബിളും ഉണ്ട്. അതായത് വെള്ളത്തിൽ അലിയുന്നതും അലിയാത്തതും ഉണ്ട്. നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇതിലൂടെയൊക്കെ നമുക്ക് ഫ്രൂട്ട്സിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സപ്ലിമെന്റ് ആയിട്ട്
വെയിറ്റ് ലോസ് സീരിയസ് ആയി ചെയ്യുന്ന ആളുകൾക്ക് അത് ഗുണം ചെയ്യും. അതുപോലെ ഷുഗർ ഉള്ള ആളുകൾക്ക് ഫൈബർ ആഡ് ചെയ്ത് കഴിക്കാം. അതുപോലെ ഫൈബർ ആഡ് ചെയ്യാം. ഫൈബർ ടാബ്ലറ്റ് ഫോർമാറ്റിലുണ്ട്, പൗഡർ ഫോർമാറ്റിലുണ്ട്. നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അലോ ഡ്രിങ്ക് നമ്മൾ അതും കഴിച്ചാൽ പോവാൻ നമുക്ക് അലോ ഡ്രിങ്കോ അലോ ടാബ്ലറ്റോ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് പ്രോബയോട്ടിക്. ബോഡിയിലെ ബാക്ടീരിയകൾ കൂടുതലുള്ളത് ബാഡ് ബാക്ടീരിയകളാണ്. ആ ബാഡ് ബാക്ടീരിയകൾ കൂടുതലുള്ളിടത്തോളം കാലം നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗട്ടില് ഗുഡ് ബാക്ടീരിയ പ്രവർത്തനം കറക്റ്റ് ആവില്ല. അപ്പൊ ഗുഡ് ബാക്ടീരിയയുടെ പ്രവർത്തനം നമുക്ക് കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ബാഡ് ബാക്ടീരിയ പുറം തള്ളിയേ പറ്റുള്ളൂ. പുറം തള്ളണമെങ്കിൽ ഗുഡ് ബാക്ടീരിയകളുടെ എണ്ണം കൂടണം. ഒരു സാഷയിലൂടെ 2 കോടി ഗുഡ് ബാക്ടീരിയ നമ്മുടെ ബോഡിക്ക് എത്താൻ നമുക്ക് ഉപകരിക്കുന്നതാണ് പ്രോബയോട്ടിക്. ഈ പ്രോബയോട്ടിക് കൂടിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഗട്ട് വയറ് നന്നാൽ ഒരുപാട് പ്രോബ്ലംസുകൾക്ക് ഗ്യാസ്ട്രിക്, അസിഡിറ്റി, ഞെരിച്ചില്, പുളിച്ചേരല്, അലർജി, തുമ്മല്, കണ്ണ് ചോറ്, വെള്ളം ചാടുകൾ വേണ്ടത് കിട്ടാത്തത് കൊണ്ടാണ്. ഒരുപാട് ആളുകൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. നിങ്ങൾ നിങ്ങളെ കോച്ചിന് നേരത്തെ സംഭവിച്ചിട്ടാണ് നമുക്ക് അറ്റാക്ക് വരുന്നത്. അതിൽ കൊഴുപ്പടിഞ്ഞിട്ടാണ് അറ്റാക്ക് വരുന്നത്. നമ്മുടെ ഭക്ഷണ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റി ഫുഡുകൾ, കാർബോഹൈഡ്രേറ്റ് പ്രത്യേകം മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്? സ്ട്രോക്ക്. ഒരുപാട് ആളുകൾ അത് നമ്മൾ പറയും സ്ട്രെസ് കൊണ്ടാണ്. സ്ട്രോക്കിന് ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ബോഡി സംസാരിക്കുന്ന ഭാഷ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. അതായത് നമുക്ക് ബാലൻസ് നഷ്ടപ്പെടുക. ആ ആളുകൾ ബാലൻസ് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ കഴിക്കുന്ന ആളുകളുണ്ട്. ബാലൻസ് നഷ്ടപ്പെടുന്നത് ഒരു സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. കണ്ണുകൾക്ക് ഇടക്കിടക്ക് കണ്ണ് തുറന്നടക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളുണ്ട് അല്ലെ, അവർക്ക് വരുന്നത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ഫേസ് ചിരി കൂടുക, ഒരു സ്ഥലത്തേക്ക് ചിരി കൂടുന്ന സന്ദർഭം ഉണ്ടാവാറുണ്ട് നമുക്ക്. എന്താണ്? സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. നമ്മളെ കൈ ഇങ്ങനെ പിടിച്ചാൽ ആ ഒരു കൈ വെറുതെ നിന്ന് താഴത്തേക്ക് പോകുന്നുണ്ടോ? അത് സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. സ്പീച്ച് സംസാരിക്കുമ്പോൾ ഒരു ഡിലേ വരിക. സംസാരിക്കണം എന്ന് പുറത്തുള്ളിലേക്ക് വരുന്നുണ്ട്, പക്ഷെ ഡിലേ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ്? നമുക്ക് സ്ട്രോക്കിന്റെ ലക്ഷണം. ടൈം നമ്മൾ ചില ആക്ടിവിറ്റികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിന് സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ ഒരു സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. സ്ട്രോക്ക് ലൈഫിൽ വരാൻ പാടില്ല. വന്ന് രക്ഷപ്പെട്ടവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഒരു സൈഡ് തളർന്ന് അല്ലെങ്കിൽ ഒരു കാല് തളർന്ന് അല്ലെങ്കിൽ കൈ തളർന്ന് ചിരി കൂടി സംസാരശേഷി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കുഴഞ്ഞ പോലെ ആയിട്ട് ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. തിരിച്ച് റിക്കവർ ആവാൻ ഒരിക്കലും അവർക്ക് പറ്റാറില്ല. കാരണം എന്താ അറിയോ? ബ്രെയിനിലെ സെല്ലുകൾ നഷ്ടപ്പെട്ടാൽ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ലൈഫിൽ അങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആളെ പോയി നിങ്ങളൊന്ന് കാണുന്നത് നല്ലത്. എന്തിനാണെന്നറിയോ? എത്ര കാലമായി എന്ന് ചോദിക്കാം. എന്നിട്ട് ഇത് എനിക്ക് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളെ കോച്ചിനോട് ചോദിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഒരൊറ്റ മാറ്റം നിങ്ങൾ വരുത്തേണ്ടുള്ളൂ. നിങ്ങളുടെ ഭക്ഷണത്തില് നിങ്ങൾ ചേഞ്ച് വരുത്തുക. അതിൽ നിങ്ങൾ വേണ്ട പ്രോഡക്റ്റുകൾ ചോദിച്ചു വരിക. ഹാർട്ട് ഹെൽത്തിന് നമുക്ക് വേണ്ട പ്രോഡക്റ്റുകൾ. നൈറ്റ് വർക്ക്. ഹൃദയത്തിൽ കൈവച്ച് നമ്മളെല്ലാവരും താങ്ക്സ് പറയണം. ലൂയി ചി ഇഗ്നാരോ എന്നൊരു നോബൽ പ്രൈസ് വിന്നർ ഉണ്ട്. ആള് കണ്ടെത്തിയ എന്താ വെച്ചാൽ നൈറ്റ് വർക്ക്, അതായത് രാത്രിയില് നമ്മൾ ഉറങ്ങിക്കിടന്ന്, അതായത് നമ്മളെ മൂവ്മെന്റ് ഇല്ലാത്ത സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് സംഭവിക്കുന്നത്? ഈ സ്ട്രോക്ക്, അറ്റാക്ക് ഒക്കെ വരുന്നത്. കാരണം എന്താ? നമ്മളെ സെല്ലുകളില് നമ്മളെ നൈട്രിക് ഓക്സൈഡ് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉൽപാദനം കുറഞ്ഞ് എലാർജിനിൻ പറഞ്ഞൊരു കോമ്പൗണ്ടിന്റെ പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അറ്റാക്ക്, സ്ട്രോക്ക് വരുന്നത്. അതുകൊണ്ട് എന്ത് വേണം? രാത്രി കിടക്കുന്ന സമയത്ത് പ്രധാനം പറയുകയാണെങ്കിൽ നമ്മളൊരു നൈറ്റ് വർക്ക്, അതൊരു ഫുഡ് രൂപേണയാണ് നമുക്ക് തന്നത്. അതും ഹെർബാലൈഫ് കമ്പനിക്ക്. ഒരിക്കലും ഒരു മെഡിക്കൽ കമ്പനിക്കോ മെഡിസിൻ ആയിട്ടോ ആൾ ഇറക്കാൻ തയ്യാറായില്ല. കാരണം അതൊരു ഫുഡായി കഴിക്കേണ്ടതാണ്. ശരിക്കും നമ്മളെ ജീവിതത്തിൽ ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റിൽ ആക്കി മാറ്റേണ്ടതാണ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നതാണ് നൈറ്റ് വർക്ക്. അപ്പോ ആ ആളോട് 40 വർഷത്തെ റിസർച്ച് നടത്തിയിട്ട് കണ്ടുപിടിച്ച ആളോട് താങ്ക്സ് പറയാൻ നമ്മൾ താങ്ക് യു. അപ്പോ കത്തിരി നല്ല പ്രോഡക്റ്റ്. അതുപോലെ തന്നെ നമ്മളെ ബീറ്റാ ഹാർട്ട്, കൊളസ്ട്രോൾ ലെവൽ എത്ര ഉണ്ടോ നിങ്ങൾ ലാബ് റിപ്പോർട്ട് എടുക്കുക. ഒരു 15 ദിവസം നിങ്ങൾ ഒരു ബീറ്റാ ഹാർട്ടോട് കൂടിയിട്ട് നിങ്ങളെ കോച്ചിനെ കണ്ട് സംസാരിച്ച് പ്രോഗ്രാം ചെയ്യുക. 15ാമത്തെ ദിവസം കഴിഞ്ഞ് നിങ്ങളെ ലാബ് റിപ്പോർട്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പറയാൻ കഴിയും ബീറ്റാ ഹാർട്ടിന്റെ ഗുണം എന്താണ്. കമ്പനി മെഡിക്ലെയിമോട് കൂടിയിട്ട് ഒരേ ഒരു പ്രോഡക്റ്റ് കമ്പനി കൊടുക്കുന്നുള്ളൂ, ബീറ്റാ ഹാർട്ടാണ്. അതും
നിങ്ങളെ കോച്ചിനോട് ചോദിച്ചു മേടിക്കുക. അതുപോലെ omega-3 ഫാറ്റി ആസിഡ്, കാരണം ഒരുപാട് ആളുകൾക്ക് omega-3 ഫാറ്റി ആസിഡ് കിട്ടുന്നില്ല. ഫിഷിലൂടെ ഒക്കെ കിട്ടുക, പക്ഷെ ഫിഷ് കഴിക്കാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ ഫിഷ് ഇപ്പൊ കഴിക്കുന്നത് എങ്ങനെയാണ്? കരിച്ചും പൊരിച്ചും കഴിക്കുമ്പോൾ ഫിഷ് നമ്മളെ ബോഡിയിലേക്ക് ഫിഷ് കൊളാജിൻ കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഫിഷിന്റെ omega-3 കിട്ടാത്തത് കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരുപാട് പ്രോബ്ലംസുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും നിങ്ങളെ കോച്ചിനോട് ചോദിച്ച് വാങ്ങുക. അപ്പൊ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി. ഇനിയില്ലേ മൂന്നാമത്തെ കാര്യം, ഫസ്റ്റ് പറഞ്ഞു നമ്മളെ പാരാമീറ്റർ, രണ്ട് നമ്മളെ ഫുഡ് ഹാബിറ്റ്, മൂന്നാമത്തത് നമ്മളെ ലൈഫ് സ്റ്റൈല്. നമ്മൾ സെഡൻഡറി ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ മാറിയിട്ടത് അല്ലെ. എല്ലാം മിഷൻ ഇല്ലെങ്കിൽ നമ്മളില്ല, അങ്ങനെയാണ്. പണ്ട് ലേഡീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അരക്കാൻ അവർ വലിയൊരു എക്സസൈസ് ആയിരുന്നു, വെള്ളം കോരുന്നത് വലിയൊരു എക്സസൈസ് ആയിരുന്നു, അലക്കുന്നത് വലിയൊരു എക്സസൈസ് ആയിരുന്നു. അവർ മൈൻഡിനെ വരെ കറക്റ്റ് ആക്കിയിരുന്നു എന്നാ ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ അവരുടെ എല്ലാ ദേഷ്യങ്ങളും തീർക്കാവുന്ന ഒരു അവസരമായിരുന്നു അലക്കുന്ന സമയം. ആ മൈൻഡ് നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും, നമ്മൾ ആണുങ്ങളെ കുറിച്ച് പറയാം, നമ്മള് വാഹനം എടുക്കാണ്ട് ഒരു 50 മീറ്റർ പോലും പോവില്ല അല്ലെ. എല്ലാത്തിനും വീടുകളിൽ ലിഫ്റ്റായി സ്റ്റെയർ ഒഴിവാക്കി ലിഫ്റ്റ്. കാരണം എന്താ? സ്റ്റെപ്പ് കയറാൻ വയ്യ. വർക്കൗട്ട് യൂസ് ചെയ്യണേ, അത് യൂസ് ചെയ്യാൻ നമുക്ക് ഏറ്റവും സമയമുള്ള സമയത്തല്ലേ അത് വെച്ചിട്ടുള്ളത്. 5 മണി മുതൽ 6 മണി വരെ പല കാര്യം അങ്ങനെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. അപ്പോ ആ വർക്കൗട്ടിനെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ വർക്കൗട്ടിനുള്ള ലിങ്ക് നിങ്ങളെ കോച്ചിനോട് ചോദിച്ചു വരും. എനിക്ക് രാവിലെ ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ട്, കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, ഭർത്താവിന് ജോലിക്ക് പോകേണ്ടത്, ഇങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് സാർ ഒരു കാര്യം ചെയ്യോ, എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാൽ ആള് കറക്റ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു മിനിമം ഒരു 20 മിനിറ്റ് എങ്കിലും ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആ ലൈഫ് സ്റ്റൈൽ എന്നുള്ള ആ ഒരു പ്രോഗ്രാം, ആ ഒരു സമയത്തെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലൈഫിൽ ഒരിക്കലും നമുക്ക് എന്താവില്ല, നമ്മളുടെ കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മളുടെ ആയുസിനെ നമുക്ക് കുറക്കാൻ കഴിയില്ല. ഞാൻ ഇന്നലത്തെ പ്രോമോ വീഡിയോ കണ്ട ആളുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ആരോഗ്യത്തിൽ അല്ലെങ്കിൽ നമ്മളെ ആയുസ്സിൽ നമുക്ക് എന്ത് പങ്കുണ്ട്? ഉണ്ട്. ഞാൻ പറയുന്നു 100% നമുക്ക് പങ്കുണ്ട്. ആ പങ്ക് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മളെ കുട്ടികളോട് കൂടി ഫാമിലിയോട് കൂടി ലൈഫ് എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മളെ ഏറ്റവും വലുത് നമ്മളെ കുട്ടികളല്ലേ. കുട്ടികളുടെ കൂടെ കൂടുതൽ കാലം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ നമ്മള്. അങ്ങനെ ആഗ്രഹിക്കുന്ന നമുക്ക് എന്തുണ്ട്? നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നോക്കി നോക്കൂ, ഇതാവണം നമ്മളെ അടുക്കള. നോക്കി നോക്കൂ എങ്ങനെയുണ്ട്. അവര് വേണ്ട സാധനങ്ങളൊക്കെ വെച്ചതിന്റെ കൂടെ അവർ വെച്ചുള്ളത് നമ്മളെ ന്യൂട്രീഷൻ ഫുഡാണ്. ഫുഡ് ഇത് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാവില്ല, അവര് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോ ആ തരത്തിൽ നമ്മളെ ഫാമിലി മാറിയാല് നമുക്ക് ലൈഫില് നമുക്ക് നമ്മളെ ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട് ഒരു കാര്യങ്ങളും ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. സീരിയസ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ഇന്ന് മുതൽ ചേഞ്ച് ആവാൻ തുടങ്ങുക. നാളേക്ക് ഒരിക്കലും നിങ്ങൾ വെക്കരുത്. ഇന്ന് മുതൽ നിങ്ങൾ ചേഞ്ച് ആവാൻ തുടങ്ങുക. നിങ്ങളുടെ ചേഞ്ച് ആണ് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ ഒരുപാട് ആളുകളെ വരുത്താൻ സഹായിക്കുക. ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, 4 വർഷത്തെ ഈ ഒരു ജേണിയില് ഒരുപാട് ആളുകൾ അൺഹെൽത്തി എന്ന് ഹെൽത്തിക്കാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞത് നല്ല ചാരിതാർത്ഥ്യത്തോട് കൂടിയിട്ട് ഞാൻ പറയാറുണ്ട്. ഒരുപാട് ആളുകളെ ഹെൽത്തി ആക്കാൻ കഴിഞ്ഞു. ഇപ്പോ എന്റെ മുന്നിൽ ഒരാളിരിക്കുന്നുണ്ട്. ആ ആളുടെ കൂടെ വന്ന ഒരാൾ എന്നോട് പറഞ്ഞത്, ശബരിമലക്ക് കയറാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് കാരണമാണ് ഞാൻ ഈ ന്യൂട്രീഷനിലേക്ക് വന്നത്. അതിന് മുന്നേ ഇൻവിറ്റേഷൻ ഞാൻ കൊടുത്തിരുന്നു. അപ്പോ കയറാൻ ബുദ്ധിമുട്ട് വന്നു. അപ്പോ ഞാൻ പിറ്റത്തെ ദിവസം മുതൽ ഇവിടെ വന്നതാണ്. ഇപ്പൊ എല്ലാ മാസവും ആള് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോകുന്ന ഒരാളെ ഇപ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുക? ദൈവം എവിടെ ഇരിക്കണേ? തൂണിലിരിക്കണ്ട്, തുരുമ്പിലിരിക്കണ്ട് എന്നൊക്കെ പറയണ്ട്. ഒരുപാട് ആളുകളുടെ മനസ്സിൽ നമുക്ക് ഇരുന്നൂടെ? ദൈവത്തെ പോലെ കുടികൊള്ളാൻ നമുക്ക് സാധിക്കില്ലേ? എന്ത് മാത്രമേ വേണ്ടുള്ളൂ? നമ്മൾ മാറ്റം വരുത്തുക. നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ നമ്മൾ
ഷെയർ ചെയ്യുക. അപ്പോ അടുത്ത അവസരമാണ് നിങ്ങൾക്ക് തരുന്നത്. എന്താണ് അവസരം? നിങ്ങളുടെ റിസൾട്ട് ഞാൻ പറഞ്ഞു, എന്റെ ഒരു ജേണി ഞാൻ പറഞ്ഞു. എന്നാൽ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരു 2 പേരുടെ റിസൾട്ട് ഷെയർ ചെയ്യാം. ആ 2 പേരുടെ റിസൾട്ട് ആണ് ഇന്ന് ഈ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകൾ ക്ലബിൽ ഇരിക്കുന്നുണ്ട്, വീട്ടിലിരുന്ന് കാണുന്നുണ്ട്, ഓഫീസുകളിൽ ഇരുന്ന് കാണുന്നുണ്ട്. അവർക്ക് ആണെങ്കിലും ഒരു എനർജി തരുന്നത് എന്താണ്? ഈ പറയുന്ന റിസൾട്ട് ഷെയറിംഗ് ആണ്. ആരാണ് ആ ഒരു പുണ്യപ്രവർത്തിക്ക് ഫസ്റ്റ് വരുന്നത്? ഹലോ സാറേ, രാജേശ്വരിയാണ്. രാജേശ്വരിയാണ്. പറയൂ മാഡം. കരിങ്കല്ലത്താണി എന്നാണ് കണക്ട് ആയുള്ളത്. എൻ്റെ പേര് രാജേശ്വരി, 53 വയസ്സ്. ഞാനൊരു ആർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 9 മാസമായി ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഫസ്റ്റിലെ ദിവസം തന്നെ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ഇപ്പൊ ഒരു കുഴപ്പമില്ല. പിന്നെ 8 തരം ഗുളികകൾ കഴിച്ചിരുന്നാണ്. ഇപ്പൊ 2 തരം ഗുളികകളുള്ളൂ. ഞാൻ നല്ല ഹാപ്പിയാണ്, ഹെൽത്തിയാണ്, സൂപ്പറാണ്. എൻ്റെ കോച്ച് അനീഷ് സാറ്. താങ്ക് യു. സൂപ്പർ. ഒരു മിനിറ്റ് മാഡം പോലെ, ഒരു മിനിറ്റ്. നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോ നിങ്ങളോട് പറഞ്ഞിരുന്നോ ഈ കോച്ച് നിങ്ങളെ ഹാർട്ട് പ്രോബ്ലം മാറ്റി തരാം? ഇല്ല. എന്താ മാറ്റി തന്നെ? എന്റെ ഭക്ഷണ രീതി മാറ്റി തന്ന്. സൂപ്പർ. അപ്പോ ഭക്ഷണ രീതി ഇപ്പൊ 9 മാസമായിട്ട് ഭക്ഷണ രീതി മാറ്റി. ഇതിന് ശേഷം ഉള്ള ഹോസ്പിറ്റൽ വിസിറ്റും മുന്നേ ഉള്ള ഹോസ്പിറ്റൽ വിസിറ്റും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഒരു 6 മാസം കൂടുമ്പോ ടെസ്റ്റിന് പോകുമ്പോ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പോ ഈ ഏപ്രിലിൽ പോയപ്പോ 7 തരം ഗുളികകൾ മാറ്റി ഇപ്പൊ 2 തരം ഗുളികകളാക്കി. അപ്പോ ടെസ്റ്റിലെല്ലതും നോർമലാണ്. അത് കാരണം നല്ല സന്തോഷമാണ്. കൂടുതൽ ഇഷ്ടം ക്ലബിൽ വന്ന് എഡ്യൂക്കേഷൻ കാണലാണ്. നല്ല ഇഷ്ടമാണ്. പിന്നെ നല്ലൊരു സ്നേഹമുള്ള ഒരു കൂട്ടായ്മ, അതാണ് ഏറ്റവും വലുത് പറയാനുള്ളത്. താങ്ക് യു. കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചതാരാ? അനീഷ് സാറ്. ഓക്കെ, സൂപ്പർ. കാരണം എന്താ പറയുക, പല ആളുകള് ബന്ധങ്ങളുടെ മുകളിലാണ് വരാറ്, ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ ആള് ഈ അനീഷ് പറഞ്ഞ വിളിച്ച ആളുണ്ടല്ലോ, ആള് ഇപ്പൊ നിങ്ങളെ ഏത് ഭാഗത്താണ് നിങ്ങളെ ഉള്ളത്? അതായത് നിങ്ങളെ മനസ്സിന്റെ ഏത് ഭാഗത്തുണ്ട്? പിന്നെ വന്നതാണ് ഞാൻ. സാറ് ഇൻവിറ്റേഷൻ തന്നിട്ട് അല്ല, അക്ഷയയിലേക്ക് വന്നതാണ്. അപ്പൊ അവിടെ നിന്ന് ചെക്കപ്പ് ചെയ്തപ്പോ പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. അപ്പൊ നല്ല പേടി ഉണ്ടായിരുന്നു, ഇനി ഇതിലും വലുത് എന്താ പറ്റി വരികയാണോ എന്നുള്ളത്. ഫസ്റ്റിലെ ദിവസം 7 വർഷമായി ഉണ്ടായിരുന്നു എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട്. ഫസ്റ്റിലെ ദിവസം ഞാൻ നല്ല ഉറങ്ങി. ആ ഉറക്കം എനിക്ക് ഇന്നും നിലനിൽക്കുന്നുണ്ട്. നല്ല ഹാപ്പിയാണ്, ഹെൽത്തിയാണ്. താങ്ക് യു. ദൈവം ഒരാൾക്കും നേരിട്ട് പ്രത്യക്ഷപ്പെടാറില്ല. ആളുകളെ നിയോഗിക്കും, ഒരാളുകളെ നിയോഗിക്കും. ആ ആളുകളെ നിയോഗിക്കുമ്പോ ആ ആള് പറയുന്നത് എന്താണോ അത് കേട്ടാ ദൈവവചനാണത്, അത് കേട്ടാ മതി. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഓക്കെ, സൂപ്പർ. അത് നന്നായി. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾക്ക് ദൈവമാവണ്ടേ? നിങ്ങൾക്ക് വേണം. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട്, ഒരുപാട് ആളുകൾ പുറത്തുണ്ട് ഇതേ പ്രോബ്ലംസ് കൊണ്ട്, ഉറക്ക പ്രോബ്ലം അല്ലെങ്കിൽ അറ്റാക്ക് പ്രോബ്ലംസ്. ആ ആളുകളിലേക്ക് നിങ്ങൾ എത്തിയാൽ നിങ്ങൾക്ക് എന്താവാം? അവരുടെ ഹൃദയത്തില് ഇതുപോലെ ഉൾക്കൊള്ളാൻ പറ്റും, കഴിയാൻ പറ്റും. ഞാൻ പറയണവരൊക്കെ പറയണ അനുസൂന്റെ പൊടിയല്ലേ, അനുസൂന്റെ പൊടിയല്ലേ. അങ്ങനെ തന്നെയാണ് എന്നോടും പറയാ, ഇത് മൻസൂറിന്റെ പൊടിയല്ലേ എന്ന് ചോദിക്കുക. പക്ഷെ ഞാൻ പറയാറ്, 1980 ഒരാള് സ്വന്തം അമ്മ നഷ്ടപ്പെട്ടപ്പോ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം, സ്വന്തം അമ്മ നഷ്ടപ്പെട്ടോ, ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് അമ്മ നഷ്ടപ്പെടാണ്ട് എങ്ങനെ രക്ഷപ്പെടാം എന്ന് കണ്ടെത്തിയ ആ ഒരു സ്റ്റോറി അറിയാത്തത് കൊണ്ടാണ്. എല്ലാവർക്കും നമ്മളെ ലീഡർ പറയും, ഇവിടെ വരച്ചോന് മാത്രമേ ഇതിൽ കഴിക്കാനും എത്താനും പറ്റുള്ളൂ. എല്ലാവർക്കും നമ്മളെ കമ്മ്യൂണിറ്റിയിൽ വരാനൊന്നും സാധിക്കില്ല. പക്ഷെ എത്താൻ കഴിഞ്ഞ് അറിയാൻ കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് വിട്ടുപോകാൻ കഴിയില്ല. അത്രയും റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ്, റിസൾട്ട് കിട്ടുന്ന കമ്മ്യൂണിറ്റി അല്ലേ? അപ്പോ ഫ്രം ദ ഹാർട്ടില് താങ്ക്സ് പറഞ്ഞോളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരാൾ കൂടി. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്, പറയൂ. സാറിന്റെ ഇന്നത്തെ ഇൻഫർമേഷൻ വളരെ എക്സലന്റ് ആയിരുന്നു. കാരണം ഈ ഒരു സിറ്റുവേഷനിലൂടെ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. ഒരു 31 വയസ്സ് വരെ ഞാൻ വലിയ ആരോഗ്യവാനാണെന്ന് ധരിച്ചിരുന്നു. 31ാമത്തെ വയസ്സിൽ ഒരു അറ്റാക്ക് വന്നപ്പോ ആ ചിന്തകൾ മൊത്തം മാറ്റിമറിച്ചു. അങ്ങനെ ഒരു അസുഖം വന്നു കഴിയുമ്പോഴാണ് നമുക്ക് എന്താണ് ആ അസുഖത്തിന്റെ ഭീകരാവസ്ഥ, ഫാമിലിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകണം.
സാറ് പറഞ്ഞത് വളരെ എനിക്ക് സ്റ്റേക്കായി. കാരണം ഒരു അസുഖപ്പെട്ടിട്ട് ഒരു അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ വന്ന് കിടക്കുന്ന ആളുടെ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് അവരെ കണ്ടുപോരല്ലോ. ആ ഫാമിലിയുടെ അവസ്ഥ എന്താ, അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ ശ്രമിച്ചാൽ നമ്മൾ തീർച്ചയായും ഇടപെടില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പറയണത് എന്താ വെച്ചാല്, വീട്ടിൽ പോയി കണ്ടുപോരാന്ന് പറഞ്ഞില്ലേ, കണ്ടുപോര് മാത്രല്ല ചെയ്യാം. കണ്ടിട്ടോ അയ്യോ ഇങ്ങനെയാണ് കേട്ടോ എന്റെ ചെറിയച്ഛനും മരിച്ചത്, വന്നു ഡിസ്ചാർജ് ചെയ്തൊക്കെ വന്ന് വീട്ടിൽ കിടന്ന് 3-ാമത്തെ ദിവസം ആള് മരിക്കുക ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു എന്റെ ചെറിയച്ഛൻ ഉണ്ടായത്. പല കഥകളും അവരെ പറഞ്ഞു ഫലിപ്പിച്ച് അവരെ പേടിപ്പെടുത്തി. ഞാൻ പറയാം, ഇന്ന് ആളുകള് ഒരു സ്ട്രോക്കോ അറ്റാക്കോ വന്ന ആളുകൾ ഇന്ന് റോഡിലൂടെ പുലർച്ചെ 4 മണി 5 മണിയാകുമ്പോ നടക്കാൻ പോകുന്ന ആളുകളുണ്ട്. ശ്രദ്ധിച്ചോളൂ, അവരൊരു അറ്റാക്കോ സ്ട്രോക്കോ വന്ന ആളുകളാണ്. അപ്പൊ പറഞ്ഞ് പേടിപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങളിലേക്കൊക്കെ. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ, ആ ആളുടെ ഹൃദയം പവറില്ല, അല്ലെങ്കിൽ ഈ ട്യൂബിലൂടെ അടഞ്ഞിട്ടുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്, അതുകൊണ്ടാണ് അറ്റാക്ക് ഉണ്ടായത്. ഈ ആളെ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കും. ഈ ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ചാൽ എന്ത് സംഭവിക്കും, ഈ ബ്ലഡ് പമ്പിങ് കറക്റ്റ് ആവില്ല, വലിയ ദുരന്തം ഉണ്ടാവും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്നാൽ അതിനെ കറക്റ്റ് ഗൈഡ് ചെയ്ത് ആ ഒരു ഫാറ്റിനെ എങ്ങനെ റിലീസ് ചെയ്യാന്ന് പറഞ്ഞു കൊടുക്കാൻ ഇന്നൊരാളും ഇല്ല, ട്രൈ ചെയ്യാറില്ല. അപ്പോ ഇതാണ് ഞാൻ ഇടപെട്ടത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. അതുപോലെ പല ഇതിലേക്ക് വരുന്നതിന്റെ മുന്നേ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഹെൽത്ത് ഇഷ്യൂസ് നോക്കാൻ വേണ്ടി വന്നതല്ല. എന്റെ മോള് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു. 15 വയസ്സായിരുന്നു, 75 kg വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഡോക്ടറെ കാണിച്ചു. മന്ത്ലി സർക്കിൾ ഒന്നും കറക്റ്റ് ആയിട്ട് നടന്നിരുന്നില്ല. ഒരു ഡോക്ടറെ കാണിച്ചപ്പോ മെഡിസിൻ തന്നു 1 മാസത്തിന്. അത് കഴിച്ചിട്ട് വീണ്ടും ഒന്നും അതിനൊരു മാറ്റം കാണുന്നില്ല. അപ്പൊ സ്കാൻ ചെയ്യാൻ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലാണ് കണക്ട് ആയത്. അവർ പോകുമ്പോ ഞാനിതിന് ഓക്കെ പറഞ്ഞ ആളല്ല, വേണ്ട എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷെ അവരുടെ നിർബന്ധത്തിന് അവർ പോയി. 3 ദിവസം കഴിച്ചപ്പോ നമുക്ക് ഒരു പേടി, എന്താണത് അറിയാൻ വേണ്ടി പോയ ആളാണ് ഞാൻ. അന്നാണ് സാറ് പറഞ്ഞ പോലെ നമ്മുടെ പാരാമീറ്റർ, ഹൈറ്റ്, വെയിറ്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് അറിയുന്നത്. പക്ഷെ അതിലൊന്നും എനിക്ക് വിശ്വാസം തോന്നിയില്ല. പക്ഷെ ഒരു കാര്യം, എനിക്ക് എന്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് അറ്റാക്ക് വന്നത് നിങ്ങളുടെ ബ്ലഡ് വെസൽ ചുരുങ്ങിയത് കൊണ്ടാണ്, അതുകൊണ്ട് വെയിറ്റ് കുറക്കണമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ഒരു മെസ്സേജ് ഈ വെൽനസ് സെന്ററിൽ നിന്ന് എന്റെ കോച്ച് സൈഫുദ്ദീൻ സാർ പറഞ്ഞപ്പോഴാണ് ഞാനില് എന്തായാലും ഒന്ന് നോക്കാം, ഒരു ദിവസം ഒന്ന് കഴിച്ചു നോക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത് 3 ദിവസം കൊണ്ട് ഒരു 1.5 kg വെയിറ്റ് കുറഞ്ഞു. അത് ഇഷ്ടപ്പെട്ട് കണ്ടിന്യൂ ചെയ്തു. 3 മാസം കൊണ്ട് 16 kg വെയിറ്റ് കുറച്ചു. ആ വെയിറ്റ് കുറച്ച പ്രോസസ്സിൽ എല്ലാ മെഡിസിനും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ 4 വർഷം കഴിഞ്ഞു ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. വളരെ ഹെൽത്തിയാണ്, വളരെ ഹാപ്പിയാണ്. ഇതിനെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്ത എന്റെ കോച്ച് സൈഫുദ്ദീൻ സാർ, സൂറ മാഡം, എന്റെ സ്പോൺസർ ഗഫൂർ സാർ ആൻഡ് ബെനിഷ മാഡം. താങ്ക് യു ഹെർബാലെ, താങ്ക് യു മാർക്യൂസ്. ഓക്കെ, സൂപ്പർ റിസൾട്ട്. കാരണം എന്താ പറയുക, ഒരു 34 പറഞ്ഞോളൂ. എത്ര വയസ്സാ പറഞ്ഞേ അറ്റാക്ക് സംഭവിച്ചത്? 31-ാമത്തെ വയസ്സിലാണ് അറ്റാക്ക് കഴിഞ്ഞത്. 31-ാമത്തെ വയസ്സിൽ ഒരു അറ്റാക്ക് സംഭവിച്ചപ്പോ അത് തിരിച്ചറിവായി എടുത്തു. ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നറിയോ, ആള് കുറച്ചു കാലങ്ങൾ കൂടിയേ നമ്മളെ കൂടെ ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് ആയി മാറി. അങ്ങനെ ആവുമായിരുന്നു. തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികള് നമ്മളാണ് തുറക്കേണ്ടത്. ഒരിക്കലും വേറെ ആള് തുറന്നു തരില്ല, കാണിച്ചു തരും. തുറക്കേണ്ടത് നമ്മളാ. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് ലൈഫ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ കമ്മ്യൂണിറ്റിയിൽ കണക്ട് ആവുന്ന എല്ലാവർക്കും നിറഞ്ഞ ആരോഗ്യം ഉണ്ടാവട്ടെ, ആയുസ് ഉണ്ടാവട്ടെ. ആ ഒരു പ്രാർത്ഥനയും അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും, നിങ്ങൾക്ക് ഏത് സഹായത്തിനും ഞങ്ങൾ എല്ലാ കോച്ചുമാരും ഉണ്ടാവും. ആ തരത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനിയും ലാസ്റ്റ് ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ എടുക്കുന്നുണ്ട്. നമ്മളിൽ തന്നെ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് അല്ലെ. ഞാൻ ഒരു 105 കിലോ വെയിറ്റ് ഉള്ള ഫോട്ടോ ഞാൻ മുന്നിട്ടിരുന്നു, നിങ്ങൾ കണ്ടു എന്ന് തോന്നുന്നു അല്ലെ. ഇതാ ലാസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഇതായിരുന്നു എന്റെ രൂപം. ഈ രൂപത്തിൽ നിന്ന് മാറണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പല അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ മാറാൻ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ അത് മാറാൻ ശ്രമിച്ചു. ഇന്നലെ ഞാൻ ന്യൂട്രീഷൻ സെന്ററിൽ വന്നിട്ട് ഒരു ഫോട്ടോ എന്റെ കോച്ച് എന്റെ വൈഫ് എനിക്ക് എടുത്തു തന്നപ്പോ എനിക്ക് വലിയൊരു അഭിമാനം തോന്നിയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കൂ, ഈ ഒരു രൂപത്തിലേക്ക് മാറാന് എന്നെ ഹെൽപ്പ് ചെയ്തത്, എന്നെ ഇൻവൈറ്റ് ചെയ്ത രമ മേഡം. ഒരിക്കലും ഞാൻ ആ ആളെ ഇവിടുന്ന് ഞാൻ മാറ്റാറില്ല. കാരണം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന സമയത്താണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അതെല്ലാം പരിഹരിക്കാൻ എനിക്ക് ഫ്രം ദ ഹാർട്ടിന് താങ്ക്സ് പറയുന്നു രമ മേഡം. അതുപോലെ തന്നെ അനിൽ സാറ്, ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകുന്ന സ്വഭാവം ഉണ്ടായിരുന്ന ഞാന് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കറക്റ്റ് പറഞ്ഞന്ന് അതിലേക്ക് ഉള്ളിലേക്ക് ഇറക്കി എനിക്ക് വേണ്ടി എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തന്ന്, വെള്ളം കുടിക്കുന്നത് എങ്ങനെയാന്ന് വരെ പറഞ്ഞ് കാണിച്ചു തന്ന എന്റെ കോച്ച് അനിൽ സാറിന് ഫ്രം ദ ഹാർട്ടിന് താങ്ക്സ് പറയുന്നു. അതുപോലെ ഒരുപാട് ആളുകൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയും.
ഞാൻ ഇതിൽ കണക്ട് ആവും അല്ലെങ്കിൽ ഇതുപോലെ നീണ്ടു നിൽക്കുന്നൊന്നും അറിയാതെ പോലും പല ആളുകൾ, സജീവേട്ടൻ, ഹൈദർ ക, ഷെരീഫ് ക, അതുപോലെ നെമീറ മാഡം, അതുപോലെ ഒരുപാട് ആളുകൾ, രാജ്കുമാർ സാറ്, എല്ലാവരും, അതുപോലെ ഈ സിസ്റ്റം ഒരാളിപ്പോ റിസൾട്ട് പറഞ്ഞപ്പോ എഡ്യൂക്കേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഇഷ്ടമാണ്, കേൾക്കുന്നതും ഇഷ്ടമാണ്. അങ്ങനെ ആ തരത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയെ വാർത്തെടുത്ത രാജ്കുമാർ സാറ്, കവിത മാഡം, എല്ലാവരോടും ഫ്രം ദ ഹാർട്ട് നിന്ന് താങ്ക്സ് പറഞ്ഞിട്ട് സൈനിങ് ഓഫ്, മൻസൂർ പട്ടാമ്പി. Thank you, sir. Super, sir. Thank you, sir. Okay, Mansoor.